ഇത് ഈ കഥയുടെ ക്ലൈമാക്സ് ആണ്. കഥയുടെ തുടക്കം 40ഓളം വർഷങ്ങൾക്ക് മുൻപാണ്. ഓർമ്മ വച്ച നാൾ മുതൽ ഒന്നിച്ചായിരുന്ന 3 കൂട്ടുകാരികൾ: സോണിയ ബെന്നി, മിനി ജിജോ, രാധിക റജി. തൊട്ടടുത്ത വീട്ടിൽ തുടങ്ങി സ്കൂളിലും കോളേജിലും ഒന്നിച്ച് നടന്നവർ. അംഗൻവാടികളൊക്കെ പഠിക്കുമ്പം തൊട്ട് ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഞാനും ഇനി ഒന്നിച്ചാണ് 10 വരെ പഠിച്ചത്. രാധിക ഗവൺമെൻറ് സ്കൂളിലാണ്. പക്ഷേ ഞങ്ങൾ സ്കൂളിൽ പോകുന്നത് ഞങ്ങൾ ഒരുമിച്ച് തന്നെ. അവൾ ഗവൺമെൻറ് സ്കൂളിലോട്ടും പോകും. ഞങ്ങൾ സെൻറ്റ് ജോസഫ് ചങ്ങനാശ്ശേരി ഗേൾസ് ഹൈ സ്കൂളിൽ പഠിക്കും. അത്രമേൽ പ്രിയപ്പെട്ട കൂട്ടുകാർ ആയതുകൊണ്ടാകണം അവരെ 3 പേരെയും തേടി ക്യാൻസർ എന്ന മഹാരോഗമെത്തി. അതും അടുത്തടുത്ത വർഷങ്ങളിൽ. 2022 സോണിയ, 23 രാധിക, 24 മിനി. രോഗത്തിന്റെ തീച്ചൂടിലും അവർ പരസ്പരം തണലായി നിന്നു. സ്നേഹത്തിന്റെ മഴ പൊഴിച്ചു. ഒത്തിരി ഞാൻ കരഞ്ഞായിരുന്നു ആദ്യത്തെ ആ ഒരു അവസരത്തിൽ. അസുഖം ഇല്ല എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചൊരു രോഗിയായിട്ട് മടങ്ങി വരിക എന്ന് പറയുമ്പോൾ അത് ആ ഒരു സാഹചര്യത്തിൽ നമുക്കത് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒക്കെ എനിക്ക് കൂട്ടായിട്ട് നിന്നത് സോണിയയും രാധികയും എൻ്റെ വീട്ടുകാരും ഒക്കെ തന്നെയായിരുന്നു. ഒരാൾക്ക് വന്നപ്പോൾ ഒരാളെ അങ്ങനെ ഒറ്റപ്പെടുത്തിയില്ല. നമ്മൾ കട്ടയ്ക്ക് നിന്നു കൂടെ. ഈ ക്യാൻസർ എന്ന് വന്നാൽ എല്ലാവർക്കും പേടി ചെയ്യും, മരിച്ചു പോകും എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷേ അതല്ല, നമുക്ക് ഡോക്ടർമാർ പറഞ്ഞു തരുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ഒന്നും സംഭവിക്കത്തില്ല. ഒടുവിൽ തങ്ങളെ കീഴ്പ്പെടുത്താൻ വന്ന രോഗത്തെ അവർ പുഞ്ചിരിച്ചുകൊണ്ട് പറിച്ചു മാറ്റി. അല്ല, ഈ സഖിമാരുടെ സൗഹൃദത്തിന് മുന്നിൽ രോഗം തോറ്റു പിൻവാങ്ങി. ഇനി ക്ലൈമാക്സ് ആണ്. ഒന്നിച്ച് രോഗത്തെ നേരിട്ടവർ ഒന്നിച്ചൊരു തയ്യൽക്കട തുടങ്ങി. ഞങ്ങൾ 3 പേരും സ്വപ്നമായിരുന്നു ഒരു കട എന്നുള്ളത്. പഠിത്തമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തയ്യൽ പഠിച്ച് കടയിലൊക്കെ തയ്ക്കുമായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെയും തയ്യലും കൊണ്ടാണ് മുന്നോട്ട് പോയത്. കഥയിലെ ക്ലൈമാക്സുകൾക്ക് ശേഷവും ജീവിതത്തിന് നിറങ്ങൾ വയ്ക്കും. അതെ, ആ നിറങ്ങൾ കൊണ്ട് പുതിയ ജീവിതത്തിന് തുന്നലിടുകയാണ് ഈ കൂട്ടുകാരികൾ. തോറ്റുപോയത് ക്യാൻസർ എന്ന മഹാരോഗമാണ്. ജയിച്ചത് ഈ 3 അമ്മമാരുടെയും ആത്മധൈര്യമാണ്. ഈ 3 കൂട്ടുകാരികളുടെയും സൗഹൃദമാണ്. അനന്തു സുരേഷിനൊപ്പം ഷിനോജ് ടി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. മനോഹരമായ ഒരു അതിജീവന കഥയല്ലേ. പലപ്പോഴും ക്യാൻസർ എന്ന രോഗം വരുമ്പോൾ പലരും പതറിപ്പോവും. പക്ഷേ ഈ 3 പേരും അവർ ചിരിച്ചുകൊണ്ട് ആ രോഗത്തെ നേരിട്ടു എന്നതാണ്. ഷിനോജ് എസ് ടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷിനോജ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്യാൻസർ എന്ന രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പലരും പതറിപ്പോകും, ജീവിതം അവസാനിച്ചു എന്ന് ചിന്തിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ചേച്ചിമാർ അവരുടെ ആ ഒരു പുഞ്ചിരി നൽകുന്നത് വല്ലാത്തൊരു ധൈര്യം തന്നെയായിരിക്കും അല്ലേ? വളരെ അത്യപൂർവമായിട്ടുള്ള ഒരു സൗഹൃദത്തിന്റെ കഥയാണ് ചങ്ങനാശ്ശേരി പായിപ്പാട്ടുള്ള ഈ 3 അമ്മമാരുടെ കഥ എന്ന് പറയുന്നത്. വളരെ അവിചാരിതമായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ആദ്യം ഇത്തരത്തിൽ ഈ അമ്മമാരെ കുറിച്ച് നമ്മൾ ആദ്യം അറിയുന്നത്. തുടർന്നാണ് ഇവരെ തേടി ഇവരുടെ വാർത്ത ചെയ്യണമെന്ന ആഗ്രഹത്തോടെ ഇവരെ ആദ്യം സമീപിക്കുന്നത്. പിന്നീടാണ് അവരുടെ ഈ അതിജീവന കഥ മാത്രമല്ല, അവർക്കൊരു പുതിയ സ്വപ്നമുണ്ട്. ആ സ്വപ്നം എന്ന് പറയുന്നത് ഈ ഡാരൻ എന്ന് പറയുന്ന ഒരു പുതിയ തയ്യൽക്കടയാണ്. ആ തയ്യൽക്കടയുടെ വിശേഷങ്ങൾ കൂടി ഈ സ്റ്റോറിയുടെ ഭാഗമാക്കുന്നതും അതിനുശേഷമാണ്. എന്തായാലും ഈ 3 അമ്മമാർ നൽകുന്ന ഒരു വലിയൊരു പാഠമുണ്ട്. കാരണം ഇത്തരത്തിൽ ക്യാൻസറാണ്, നിങ്ങൾക്ക് ക്യാൻസറാണ് എന്ന് പറയുമ്പോൾ വളരെ നിരാശയോടെ ജീവിതം അതോടുകൂടി കഴിഞ്ഞു എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു വലിയ പാഠമാണ് ഈ 3 അമ്മമാരുടെ ജീവിതം എന്ന് പറയുന്നത്. കാരണം ഏത് രോഗമായാലും, അത് ക്യാൻസർ അല്ല, എത്ര വലിയ രോഗമായാലും അത് ഇത്രയൊക്കെ ഉള്ളൂ. പുഞ്ചിരിച്ച് ആത്മധൈര്യത്തോടു കൊണ്ട് നേരിട്ട് കഴിഞ്ഞാൽ ഏത് രോഗവും നമ്മുടെ ശരീരത്തിൽ നിന്ന് പറിച്ചു മാറ്റാൻ കഴിയും എന്നൊരു വലിയ സന്ദേശം ഈ 3 അമ്മമാരും നമുക്ക് നൽകുന്നുണ്ട്. എന്തായാലും ഈ 3 പേർക്കും എങ്ങനെ ഇത്തരത്തിൽ രോഗം വന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ തന്നെ വളരെ രസകരമായി പറയുന്നൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ ഈ രോഗത്തിന് തന്നെ തോന്നിക്കാണും, ഇനി ഒരാൾക്ക് രോഗം വരുമ്പോൾ മറ്റ് 2 പേർക്കും വിഷമം വേണ്ട. അതുകൊണ്ട് തന്നെ ഇത് രോഗത്തിൻ്റെ ഒരു കുസൃതിയായിട്ട് ആണ് അവരൊക്കെ കാണുന്നത്. കാരണം ഈ 3 പേർക്കും അടുത്തടുത്ത വർഷങ്ങളിൽ ഈ രോഗം വരുന്നു. എന്തായാലും വളരെ ചെറുപ്പം മുതൽ തന്നെ അവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ തിരിച്ചറിയാൻ കഴിയുന്ന പ്രായം മുതൽ തന്നെ വളരെ അടുപ്പത്തിൽ കഴിഞ്ഞ ആളുകളാണ് ഈ 3 പേരും. അവരെ രോഗം ഒന്നിച്ച് വരുന്നു. പക്ഷേ അവരെല്ലാം രോഗത്തെ അതിജീവിക്കുന്നു. എന്തായാലും ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ സ്വപ്നം
പൂവണി കഴിഞ്ഞു. അത് ഈ തയ്യൽക്കടയാണ്. ചങ്ങനാശ്ശേരി പായിപ്പാടാണ് ഈ തയ്യൽക്കട പ്രവർത്തിക്കുന്നത്. ഈ തയ്യൽക്കടയ്ക്കും ചില പ്രത്യേകതകളുണ്ട്. കാരണം ഈ ക്യാൻസർ രോഗികൾക്ക് വലിയ ഡിസ്കൗണ്ടൊക്കെ ഈ കടയിലുണ്ട്. എന്തായാലും ഇനി അവരുടെ ഈ സ്വപ്നത്തിന് കരുത്താകേണ്ടത് നമ്മളാണ്. കാരണം നമ്മളാണ് ഈ അവരുടെ പുതിയ സംരംഭത്തെ കൂടുതൽ സഹായിക്കേണ്ടത്. എന്തായാലും ചങ്ങനാശ്ശേരി പായിപ്പാട് ആരംഭിച്ചിരിക്കുന്ന ഈ സംരംഭം വളരെ മികച്ചതായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ ക്യാൻസർ ദിനത്തിലായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരുന്നത്. എന്തായാലും വളരെ മികച്ച പ്രതികരണമാണ് ഈ കടയ്ക്ക് നാട്ടുകാരിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഈ അമ്മമാരുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെയധികം ഒരു വലിയ സന്ദേശമാണ് നമുക്ക് മുന്നിൽ തുറന്നു വയ്ക്കുന്നത്.